വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി പുരോഹിതന്മാർ, ഓപ്ഷൻ ഡി നിയമജ്ഞരും ഫരിസേയരും. ഇതിന്റെ ശരിയുത്തരം നിയമജ്ഞരും ഫരിസേയരും. അടുത്ത ചോദ്യം: വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് എവിടെയാണ് നിർത്തിയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പുറത്ത്, ഓപ്ഷൻ ബി നടുവിൽ, ഓപ്ഷൻ സി ജനക്കൂട്ടത്തിന്റെ മുൻപിൽ, ഓപ്ഷൻ ഡി യേശുവിന്റെ മുൻപിൽ. ഇതിന്റെ ശരിയുത്തരം നടുവിൽ. അടുത്ത ചോദ്യം: വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ എന്തു ചെയ്യണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നാടുകടത്തണം, ഓപ്ഷൻ ബി തടവിലിടണം, ഓപ്ഷൻ സി കല്ലെറിയണം, ഓപ്ഷൻ ഡി കൊല്ലണം. ഇതിന്റെ ശരിയുത്തരം കല്ലെറിയണം. അടുത്ത ചോദ്യം: യോഹന്നാൻ 8:2 പ്രകാരം യേശുവിന്റെ അടുക്കൽ വന്നത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജനങ്ങളെല്ലാം, ഓപ്ഷൻ ബി നിയമജ്ഞരും ഫരിസേയരും, ഓപ്ഷൻ സി ശിഷ്യന്മാർ, ഓപ്ഷൻ ഡി യോഹന്നാൻ. ഇതിന്റെ ശരിയുത്തരം ജനങ്ങളെല്ലാം. അടുത്ത ചോദ്യം: വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു എന്തു ചെയ്തു? നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ഓപ്ഷൻ എ ഓപ്ഷൻസ്: ഓപ്ഷൻ ബി വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു, ഓപ്ഷൻ സി കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു, ഓപ്ഷൻ ഡി നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഇതിന്റെ ശരിയുത്തരം കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അടുത്ത ചോദ്യം: നിങ്ങളിൽ പാപമില്ലാത്തവൻ ഡാഷ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആദ്യം അവളെ കല്ലെറിയട്ടെ, ഓപ്ഷൻ ബി അവളെ കല്ലെറിയട്ടെ, ഓപ്ഷൻ സി അവളെ കല്ലെറിയരുത്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇതിന്റെ ശരിയുത്തരം ആദ്യം അവളെ കല്ലെറിയട്ടെ. അടുത്ത ചോദ്യം: യേശു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സ്ത്രീയെ അവർ എവിടെ, ഓപ്ഷൻ ബി ആരും നിന്നെ വിധിച്ചില്ലേ, ഓപ്ഷൻ സി ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഓപ്ഷൻ ഡി ഇനിമേൽ പാപം ചെയ്യരുത്. ഇതിന്റെ ശരിയുത്തരം സ്ത്രീയെ അവർ എവിടെ. അടുത്ത ചോദ്യം: യേശു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഒരു ചോദ്യം, ഓപ്ഷൻ ബി 2 ചോദ്യം, ഓപ്ഷൻ സി 3 ചോദ്യം, ഓപ്ഷൻ ഡി 4 ചോദ്യം. ഇതിന്റെ ശരിയുത്തരം 2 ചോദ്യം. അടുത്ത ചോദ്യം: യോഹന്നാൻ 8:12 പ്രകാരം യേശു തന്നെ വിശേഷിപ്പിച്ചതെങ്ങനെയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഞാൻ ജീവന്റെ അപ്പമാണ്, ഓപ്ഷൻ ബി ഞാൻ നല്ല ഇടയാനാണ്, ഓപ്ഷൻ സി ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഓപ്ഷൻ ഡി ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഇതിന്റെ ശരിയുത്തരം ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അടുത്ത ചോദ്യം: യേശുവിനെ അനുഗമിക്കുന്നവൻ എവിടെ നടക്കുകയില്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇരുട്ടിൽ, ഓപ്ഷൻ ബി തിന്മയിൽ, ഓപ്ഷൻ സി ഇരുളിൽ, ഓപ്ഷൻ ഡി അന്ധകാരത്തിൽ. ഇതിന്റെ ശരിയുത്തരം അന്ധകാരത്തിൽ. അടുത്ത ചോദ്യം: യേശുവിനെ അനുഗമിക്കുന്നവൻ എന്ത് പ്രകാശമാണ് ഉണ്ടായിരിക്കുക? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആത്മാവിന്റെ പ്രകാശം, ഓപ്ഷൻ ബി ദൈവത്തിന്റെ പ്രകാശം, ഓപ്ഷൻ സി ജീവന്റെ പ്രകാശം, ഓപ്ഷൻ ഡി ലോകത്തിന്റെ പ്രകാശം. ഇതിന്റെ ശരിയുത്തരം ജീവന്റെ പ്രകാശം. അടുത്ത ചോദ്യം: നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി ഫരിസേയരും നിയമജ്ഞരും, ഓപ്ഷൻ ഡി പുരോഹിതന്മാർ. ഇതിന്റെ ശരിയുത്തരം ഫരിസേയർ. അടുത്ത ചോദ്യം: യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം ഡാഷ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സത്യമാണ്, ഓപ്ഷൻ ബി ജീവനാണ്, ഓപ്ഷൻ സി നിലനിൽക്കുന്നതാണ്, ഓപ്ഷൻ ഡി അസത്യമല്ല. ഇതിന്റെ ശരിയുത്തരം സത്യമാണ്. അടുത്ത ചോദ്യം: ഫരിസേയരുടെ വിധി എങ്ങനെയുള്ളതാണെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദൈവീകം, ഓപ്ഷൻ ബി മാനുഷികം, ഓപ്ഷൻ സി നീതിപൂർവം, ഓപ്ഷൻ ഡി ക്രൂരമായത്.
ഇതിന്റെ ശരിയുത്തരം മാനുഷികം. അടുത്ത ചോദ്യം, എത്ര പേരുടെ സാക്ഷ്യമാണ് സത്യമെന്ന് യഹൂദരുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഒരാളുടെ, ഓപ്ഷൻ ബി 3 പേരുടെ, ഓപ്ഷൻ സി 2 പേരുടെ, ഓപ്ഷൻ ഡി 4 പേരുടെ. ഇതിന്റെ ശരിയുത്തരം 2 പേരുടെ. അടുത്ത ചോദ്യം, നിന്റെ പിതാവ് എവിടെയാണ് എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി പീലാത്തോസ്, ഓപ്ഷൻ ഡി ജനക്കൂട്ടം. ഇതിന്റെ ശരിയുത്തരം ഫരിസേയർ. അടുത്ത ചോദ്യം, യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഫരിസേയർക്ക് ആരെയും അറിയാമായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യേശുവിന്റെ പിതാവിനെ, ഓപ്ഷൻ ബി മോശയെ, ഓപ്ഷൻ സി അബ്രാഹത്തെ, ഓപ്ഷൻ ഡി യേശുവിനെ അയച്ചവനെ. ഇതിന്റെ ശരിയുത്തരം യേശുവിന്റെ പിതാവിനെ. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:20 പ്രകാരം യേശു എവിടെയിരുന്നാണ് പഠിപ്പിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ ഇ മലമുകളിൽ, ഓപ്ഷൻ ബി ജെറുസലേമിൽ, ഓപ്ഷൻ സി ബേത്സദായിൽ, ഓപ്ഷൻ ഡി ഭണ്ഡാരസ്ഥലത്ത്. ഇതിന്റെ ശരിയുത്തരം ഭണ്ഡാരസ്ഥലത്ത്. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:21-22 പ്രകാരം ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നാണ് യഹൂദർ സംശയിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ ഇ നാടുവിട്ടു പോകും, ഓപ്ഷൻ ബി ഒളിച്ചിരിക്കും, ഓപ്ഷൻ സി ആത്മഹത്യ ചെയ്തേക്കുമോ, ഓപ്ഷൻ ഡി ഈജിപ്തിലേക്ക് പോകുമോ. ഇതിന്റെ ശരിയുത്തരം ആത്മഹത്യ ചെയ്തേക്കുമോ. അടുത്ത ചോദ്യം, എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടത്തെ അധരത്തിൽ നിന്നു കേട്ടത് ഞാൻ ഡാഷ് വിട്ടുപോയത് പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: ഓപ്ഷൻ ഇ ലോകത്തോട് പറയുന്നു, ഓപ്ഷൻ ബി നിങ്ങളോട് പറയുന്നു, ഓപ്ഷൻ സി നിങ്ങളെ പഠിപ്പിക്കുന്നു, ഓപ്ഷൻ ഡി ലോകത്തെ പഠിപ്പിക്കുന്നു. ഇതിന്റെ ശരിയുത്തരം ലോകത്തോട് പറയുന്നു. അടുത്ത ചോദ്യം, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വളരെ പേർ അവനെ വിട്ടുപോയി. ഓപ്ഷൻ എ. ഓപ്ഷൻസ്: ഓപ്ഷൻ ബി വളരെ പേർ അവനിൽ വിശ്വസിച്ചു, ഓപ്ഷൻ സി അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു, ഓപ്ഷൻ ഡി ഇവനിൽ പിശാചുണ്ടെന്ന് അവർ പറഞ്ഞു. ഇതിന്റെ ശരിയുത്തരം വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അടുത്ത ചോദ്യം, സത്യം നിങ്ങളെ എന്താക്കും? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ധനികരാക്കും, ഓപ്ഷൻ ബി സ്വതന്ത്രരാക്കും, ഓപ്ഷൻ സി പ്രശസ്തരാക്കും, ഓപ്ഷൻ ഡി ജ്ഞാനികളാക്കും. ഇതിന്റെ ശരിയുത്തരം സ്വതന്ത്രരാക്കും. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:33 പ്രകാരം യഹൂദർ തങ്ങൾ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെട്ടത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മോശയുടെ, ഓപ്ഷൻ ബി ദാവീദിന്റെ, ഓപ്ഷൻ സി അബ്രാഹത്തിന്റെ, ഓപ്ഷൻ ഡി നോഹയുടെ. ഇതിന്റെ ശരിയുത്തരം അബ്രാഹത്തിന്റെ. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:33 പ്രകാരം യഹൂദർ പറഞ്ഞതനുസരിച്ച് അവർ ഒരിക്കലും ആരുടെ അടിമകളായിരുന്നിട്ടില്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ റോമാക്കാരുടെ, ഓപ്ഷൻ ബി ഈജിപ്തുകാരുടെ, ഓപ്ഷൻ സി ബാബിലോൺകാരുടെ, ഓപ്ഷൻ ഡി ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. ഇതിന്റെ ശരിയുത്തരം ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. അടുത്ത ചോദ്യം, പാപം ചെയ്യുന്നവൻ എന്തിന്റെ അടിമയാണെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിയമത്തിന്റെ, ഓപ്ഷൻ ബി പാപത്തിന്റെ, ഓപ്ഷൻ സി ലോകത്തിന്റെ, ഓപ്ഷൻ ഡി പിശാചിന്റെ. ഇതിന്റെ ശരിയുത്തരം പാപത്തിന്റെ. അടുത്ത ചോദ്യം, അടിമ എക്കാലവും ഇവിടെ വസിക്കുന്നില്ല. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കൂടാരത്തിൽ, ഓപ്ഷൻ ബി നഗരത്തിൽ, ഓപ്ഷൻ സി ഭവനത്തിൽ, ഓപ്ഷൻ ഡി കൊട്ടാരത്തിൽ. ഇതിന്റെ ശരിയുത്തരം ഭവനത്തിൽ. അടുത്ത ചോദ്യം, ഭവനത്തിൽ എക്കാലവും വസിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അടിമ, ഓപ്ഷൻ ബി പുത്രൻ, ഓപ്ഷൻ സി വേലക്കാരൻ, ഓപ്ഷൻ ഡി കൂട്ടുകാരൻ. ഇതിന്റെ ശരിയുത്തരം പുത്രൻ. അടുത്ത ചോദ്യം, ആര് സ്വതന്ത്രരാക്കിയാലാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ രാജാവ്,
ഓപ്ഷൻ ബി ഫരിസായർ, ഓപ്ഷൻ സി പുത്രൻ, ഓപ്ഷൻ ഡി മനുഷ്യപുത്രൻ. ഇതിന്റെ ശരിയുത്തരം പുത്രൻ. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:38 പ്രകാരം ആരിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിങ്ങളുടെ പിതാവിൽ നിന്നോ, ഓപ്ഷൻ ബി മോശയിൽ നിന്ന്, ഓപ്ഷൻ സി അബ്രഹത്തിൽ നിന്ന്, ഓപ്ഷൻ ഡി ദാവീദിൽ നിന്ന്. ഇതിന്റെ ശരിയുത്തരം നിങ്ങളുടെ പിതാവിൽ നിന്നോ. അടുത്ത ചോദ്യം, യഹൂദർ തങ്ങൾ ജാരസന്തതികളല്ലെന്നും തങ്ങൾക്ക് ഒരേയൊരു പിതാവേ ഉള്ളൂ എന്നും അവകാശപ്പെട്ടു. അതവരുടെ പിതാവ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അബ്രഹാം, ഓപ്ഷൻ ബി ദൈവം, ഓപ്ഷൻ സി മോശ, ഓപ്ഷൻ ഡി ദാവീദ്. ഇതിന്റെ ശരിയുത്തരം ദൈവം. അടുത്ത ചോദ്യം, ദൈവമാണ് യഹൂദരുടെ പിതാവെങ്കിൽ അവർ യേശുവിനെ എന്തു ചെയ്യുമായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ എതിർക്കുമായിരുന്നു, ഓപ്ഷൻ ബി സ്നേഹിക്കുമായിരുന്നു, ഓപ്ഷൻ സി ആരാധിക്കുമായിരുന്നു, ഓപ്ഷൻ ഡി എതിർക്കുകയില്ലായിരുന്നു. ഇതിന്റെ ശരിയുത്തരം സ്നേഹിക്കുമായിരുന്നു. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:44 പ്രകാരം യഹൂദർ യഥാർത്ഥത്തിൽ ആരുടെ മക്കളാണെന്നാണ് യേശു വെളിപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അബ്രഹത്തിന്റെ, ഓപ്ഷൻ ബി പിശാചിന്റെ, ഓപ്ഷൻ സി മോശയുടെ, ഓപ്ഷൻ ഡി ഈ ലോകത്തിന്റെ. ഇതിന്റെ ശരിയുത്തരം പിശാചിന്റെ. അടുത്ത ചോദ്യം, യോഹന്നാൻ 8:44 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റേത്? നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. ഓപ്ഷൻ എ ഓപ്ഷൻസ്, ഓപ്ഷൻ ബി ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, ഓപ്ഷൻ സി നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഓപ്ഷൻ ഡി പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. ഇതിന്റെ ശരിയുത്തരം ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. അടുത്ത ചോദ്യം, പിശാച് ആദ്യം മുതൽ ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കൊലപാതകിയാണ്, ഓപ്ഷൻ ബി നുണയനും നുണയുടെ പിതാവുമാണ്, ഓപ്ഷൻ സി നുണയനാണ്, ഓപ്ഷൻ ഡി തിന്മയാണ്. ഇതിന്റെ ശരിയുത്തരം കൊലപാതകിയാണ്. അടുത്ത ചോദ്യം, നുണയനും നുണയുടെ പിതാവും ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഫരിസേയർ, ഓപ്ഷൻ ബി പിശാച്, ഓപ്ഷൻ സി സമരിയാക്കാർ, ഓപ്ഷൻ ഡി യഹൂദർ. ഇതിന്റെ ശരിയുത്തരം പിശാച്. അടുത്ത ചോദ്യം, യഹൂദർ യേശുവിനെ ഏത് ദേശക്കാരനെന്നാണ് വിളിച്ച് അധിക്ഷേപിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗലീലിക്കാരൻ, ഓപ്ഷൻ ബി യഹൂദൻ, ഓപ്ഷൻ സി സമരിയാക്കാരൻ, ഓപ്ഷൻ ഡി വിജാതിയൻ. ഇതിന്റെ ശരിയുത്തരം സമരിയാക്കാരൻ. അടുത്ത ചോദ്യം, അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർക്ക് എന്താണ് വ്യക്തമായത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യേശു ദൈവമാണെന്ന്, ഓപ്ഷൻ ബി യേശുവിന് പിശാചുണ്ടെന്ന്, ഓപ്ഷൻ സി യേശു പ്രവാചകനാണെന്ന്, ഓപ്ഷൻ ഡി യേശു രാജാവാണെന്ന്. ഇതിന്റെ ശരിയുത്തരം യേശുവിന് പിശാചുണ്ടെന്ന്. അടുത്ത ചോദ്യം, യഹൂദർ പറഞ്ഞതനുസരിച്ച് മരിച്ചുപോയ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദാവീദും ജോസഫും, ഓപ്ഷൻ ബി നോഹയും ലോത്തും, ഓപ്ഷൻ സി അബ്രാഹവും പ്രവാചകന്മാരും, ഓപ്ഷൻ ഡി മോശയും അഹറോനും. ഇതിന്റെ ശരിയുത്തരം അബ്രാഹവും പ്രവാചകന്മാരും. അടുത്ത ചോദ്യം, ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാൻ ആരാകുമെന്ന് യേശു പറഞ്ഞു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിങ്ങളെപ്പോലെ നുണയനാകും, ഓപ്ഷൻ ബി കുറ്റക്കാരനാകും, ഓപ്ഷൻ സി വലിയവനാകും, ഓപ്ഷൻ ഡി തെറ്റുകാരനാകും. ഇതിന്റെ ശരിയുത്തരം നിങ്ങളെപ്പോലെ നുണയനാകും. അടുത്ത ചോദ്യം, യേശു പിതാവിനെ അറിയുകയും അവിടുത്തെ എന്ത് പാലിക്കുകയും ചെയ്യുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിയമങ്ങൾ, ഓപ്ഷൻ ബി വചനം, ഓപ്ഷൻ സി ബലികൾ, ഓപ്ഷൻ ഡി വാക്കുകൾ. ഇതിന്റെ ശരിയുത്തരം വചനം. അടുത്ത ചോദ്യം, യേശുവിന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ ആനന്ദിച്ച പിതാവാരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇസഹാക്ക്, ഓപ്ഷൻ ബി അബ്രഹാം, ഓപ്ഷൻ സി യാക്കോബ്, ഓപ്ഷൻ ഡി ദാവീദ്. ഇതിന്റെ ശരിയുത്തരം അബ്രഹാം. അടുത്ത ചോദ്യം, അബ്രഹാത്തെ കണ്ടു എന്ന് പറയാൻ യേശുവിന് എത്ര വയസ്സായിട്ടില്ല എന്നാണ് യഹൂദർ പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 30 വയസ്സ്, ഓപ്ഷൻ ബി 40 വയസ്സ്, ഓപ്ഷൻ സി 50 വയസ്സ്, ഓപ്ഷൻ ഡി 60 വയസ്സ്. ഇതിന്റെ ശരിയുത്തരം 50 വയസ്സ്. അടുത്ത ചോദ്യം,
അബ്രഹാം ഉണ്ടാകുന്നതിനു മുമ്പ് ഞാനുണ്ട് എന്ന് കേട്ടപ്പോൾ യഹൂദർ എന്ത് ചെയ്യാൻ തുനിഞ്ഞു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ, അവനെ എറിയാൻ കല്ലുകളെടുത്തു. ഓപ്ഷൻ ബി, അവനെ തടവിലാക്കാൻ. ഓപ്ഷൻ സി, അവനെ വധിക്കാൻ. ഓപ്ഷൻ ഡി, അവനെ പിടികൂടാൻ. ഇതിന്റെ ശരിയുത്തരം അവനെ എറിയാൻ കല്ലുകളെടുത്തു. ഇനിയൊരു ക്വിസാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ, നിയമജ്ഞർ. ഓപ്ഷൻ ബി, ഫരിസേയർ. ഓപ്ഷൻ സി, ഫരിസേയരും നിയമജ്ഞരും. ഓപ്ഷൻ ഡി, പുരോഹിതന്മാർ. ആർക്കൊക്കെയാണ് ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നത്? താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.